3 ദിവസം മുമ്പേ സസ്പെൻഷനിലാക്കപ്പെട്ട വളരെ സീനിയർ ആയിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ സിസ്റ്റത്തിനകത്തിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിലെ ധനകാര്യ സ്ഥിതി മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. UDF വെച്ചിരിക്കുന്നത് സംസ്ഥാന ഖജനാവിൻ്റെ നട്ടൽ തന്നെ ഒടിഞ്ഞു പോയേക്കാവുന്ന തരത്തിലുള്ള ചില വാഗ്ദാനങ്ങളാണ്. എന്തിനാണ് നമ്മൾ ഈ ഫ്രീ എല്ലാവർക്കും കൊടുക്കുന്നത്? KSRTCയിൽ ഫ്രീ ട്രാവൽ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ത്രീകൾക്കും ഇത് നടപ്പാക്കേണ്ട എത്ര കാശ് വേണമെന്നുള്ള എസ്റ്റിമേഷൻ ഇല്ല. ഇപ്പം നിലവിലുള്ള അല്ലാത്തൊരു മന്ത്രിസഭ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈറ്റ് പേപ്പർ ഇറക്കണം. ഈ 62 ലക്ഷം പേരിൽ 27 ലക്ഷം പേർക്ക് മാത്രമേ DBT ബാങ്കിലെ അക്കൗണ്ട് വഴി ഈ 2000 രൂപ കൊടുക്കുന്നു. ബാക്കി 35 ലക്ഷം പേർക്കും ക്യാഷ് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. ആർക്കും ഇതിൽ നിന്ന് ആർക്കും മോചനമില്ല. അമേരിക്ക അടക്കം നമ്മൾ ചെയ്യേണ്ട കാര്യം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം യു പിക്കപ്പ് കോറൽ. നീതി ആയോഗിൻ്റെ കണക്കിൻ പ്രകാരം തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്നെ പോലൊരു വ്യക്തി കേന്ദ്ര ഗവൺമെന്റിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് നോക്കാം. നമസ്കാരം ആദികേശൻ സാർ. നമസ്തേ. നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ റിസൾട്ട് വരും. പുതിയൊരു സർക്കാർ വന്നേക്കും, അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ തുടർന്നേക്കും. ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? രഞ്ജിത്ത്, എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിന് ലിക്വിഡിറ്റിയുടെ വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ഉള്ള ക്യാഷ്, ഇപ്പോൾ ഒരു മാസത്തെ ശമ്പളം, ഒരു മാസത്തെ പെൻഷൻ, പിന്നെ സർക്കാർ നടപ്പിലാക്കുന്ന മറ്റ് പല പദ്ധതികളും, ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ക്യാഷ് ലിക്വിഡിറ്റി സർക്കാരിന് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്നലെയോ മെലിഞ്ഞാന്നോ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ ആയതിനു ശേഷം പറയുന്നത് ഏപ്രിൽ മാസത്തെ അല്ലെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിലെ സാലറി കൊടുക്കാനുള്ള ക്യാഷ് പോലും ടൈറ്റായിരിക്കും, ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് സോൾവൻസി, സർക്കാരിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നിലനിൽപ്പ്, സോൾവൻസി എന്നുള്ള പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണല്ലോ. അതായത് ഇത് നിൽക്കുമോ വീഴുമോ, അതിലൊരു ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷില്ല, ആസ്തിയുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും. സാധാരണക്കാർക്ക് നമ്മൾ ലിക്വിഡിറ്റി വളരെ ടൈറ്റാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. കേരളം ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ മാതിരിയുള്ള പ്രശ്നങ്ങൾ, ശമ്പളം കൊടുക്കാനുള്ള കാശടക്കം ഇല്ലാത്ത ഒരു അവസ്ഥയിലാവും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് താമസിക്കാനുള്ള വീടുണ്ട്, കയറിക്കിടക്കാനുള്ള കിടപ്പാടമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ കയ്യിൽ പൈസയില്ല. അപ്പോൾ ആസ്തിയുണ്ട്, പക്ഷേ ക്യാഷ് ഇല്ല. അതാണ് വളരെ ചുരുക്കി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ലിക്വിഡിറ്റി വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഗവൺമെൻറ് ആരുടെയോ ആയിക്കൊള്ളട്ടെ, നമുക്കിപ്പം സാമ്പത്തിക ധനകാര്യ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ കളർ ഒരിക്കലും ഒരു വിഷയമാവേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എല്ലാവർക്കും, രഞ്ജിത്തും ഞാനും അടക്കം പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പുരോഗതി, കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതിലൊക്കെ നമുക്ക് കാര്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ഈ ഒരു കാര്യം എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. പുതിയ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ ഇപ്പോൾ തന്നെ തുടങ്ങി. ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ള ചർച്ച വരുന്നു. അതേപോലെ എനിക്ക് ഉറപ്പാണ് ധനകാര്യമന്ത്രിക്ക് വേണ്ടി കുപ്പായം തുന്നുന്ന ആൾക്കാരുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു മന്ത്രിസഭ, അടുത്ത വരാൻ പോകുന്ന മന്ത്രിസഭയിൽ മുൾക്കിരീടം എന്ന് പറയുന്നത് ശരിക്കും ഈ ധനകാര്യമന്ത്രിക്ക് ആദ്യത്തെ മാസം തൊട്ട് തന്നെ ധരിക്കേണ്ടി വരും. ശമ്പളം കൊടുക്കുക, അത് ഈ കാര്യങ്ങൾ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ ധനകാര്യ മാനേജ്മെൻറ്റിലുള്ള വീഴ്ച കാരണം, അതേപോലെ കേന്ദ്രത്തോടുള്ള
ഞാൻ പറയുകയാണെങ്കിൽ കേന്ദ്രത്തോടുള്ള സമീപനം, അതിനുള്ള കാരണങ്ങളൊന്നും സഹകരണമില്ലായ്മ. അപ്പോൾ സംസ്ഥാനത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും കേന്ദ്രം, പക്ഷേ ഇത് പറയുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങളുമായിട്ട് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ഈ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിനെ കുറിച്ചുള്ള ഒരു നിലപാട് സംസ്ഥാനങ്ങളെല്ലാം FRBM ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ധനക്കമ്മി മാത്രമേ ആകാവൂ എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്രത്തിനുള്ളത്. അവിടെ കേരള ഗവൺമെൻറ് എന്നോ ഗുജറാത്ത് ഗവൺമെൻറ്റോ ഒന്നും അങ്ങനത്തെ വ്യത്യസ്തമായ നിലപാടല്ല. പൊതുവെ സംസ്ഥാനങ്ങളുടെ ഈ 3 അല്ലെങ്കിൽ 3.5 പരമാവധി റിഫോംസോടുകൂടി അത്രയേ ധനക്കമ്മി ആകാവൂ എന്നുള്ള ഒരു നിലപാടുണ്ട്. അതിനെക്കുറിച്ച് കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി ഇതിനേക്കാളും ഉയർന്നു നിൽക്കുന്നു. ശരിക്കും FRBM ആക്ട് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. അപ്പോൾ തത്വത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചൊരു ഇളവ് കേരളത്തിന് മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരിക്കലും നമുക്ക് തീർച്ചയായിട്ടും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും കേരളത്തിനെ ഇങ്ങനെ കൊണ്ടുപിടിച്ച് ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ നയങ്ങൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ല. രഞ്ജിത്ത്, 2 കാര്യം. 2022 ബഡ്ജറ്റ് തൊട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ 50 വർഷത്തെ ഇൻട്രസ്റ്റ് ഫ്രീ കാപ്പെക്സ് ലോൺസ്, 50 വർഷത്തെ വായ്പയാണ്, പലിശ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കേന്ദ്ര സർക്കാർ അനുവദിച്ചു തരുന്നത്. 25-26 1,70,70,000 കോടി എൻ്റെ ഓർമ്മ, സബ്ജക്റ്റ് കറക്ഷൻ, എന്തായാലും 26-27 2 ലക്ഷം കോടി. അതിൻ്റെ ഒരു പോർഷൻ, ഈ 2 ലക്ഷത്തിൻ്റെ ഒരു പോർഷൻ 70,000 കോടി അൺടൈഡാണ്. നിബന്ധനകളൊന്നും ബാധകമല്ല അതിന്. സംസ്ഥാന സർക്കാരുകൾക്ക് പദ്ധതി അവതരിപ്പിക്കാം, അംഗീകരിച്ചു കഴിഞ്ഞാൽ 50 വർഷത്തേക്ക് പലിശ കൊടുക്കാത്ത ലോൺ അനുവദിച്ച് കിട്ടുന്നു. ആ അവൈൽമെൻ്റ് ഡേറ്റ രഞ്ജിത്ത് ഒന്ന് എടുത്തു നോക്കൂ. ഞാൻ ഇന്നലെ നോക്കിയതാണ്. വെസ്റ്റ് ബംഗാൾ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ഇല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും പത്രമാധ്യമങ്ങൾ കൂടുതൽ. വെസ്റ്റ് ബംഗാൾ 4,500-4,800 കോടി അവൈൽ ചെയ്തു. കേരളം 1,600 കോടിയെ അവൈൽ ചെയ്തിട്ടുള്ളൂ. തമിഴ്നാടും രാഷ്ട്രീയമായിട്ട് വിരുദ്ധ ചേരിയിലാണ്. അവർക്ക് കേന്ദ്രത്തിനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയുന്നില്ല. പക്ഷേ ഇതേപോലെ കിട്ടുന്ന തുക തമിഴ്നാട് കേരളത്തിനേക്കാളും കൂടുതൽ അവൈൽ ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വേറെ ഒരു കാര്യം കൂടി രഞ്ജിത്ത്, വളരെ രസകരമായ കാര്യം. കോഓപ്പറേഷൻ മിനിസ്ട്രി, ഹോം മിനിസ്റ്റർ, അത് ഈ അടുത്ത കാലത്ത് ക്രിയേറ്റ് ചെയ്ത മിനിസ്ട്രിയാണ്. പുതിയൊരു മിനിസ്ട്രി കൊണ്ടുവന്നു സഹകരണ മേഖലയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. നല്ല കാര്യം തന്നെയാണ്. അഖിലേന്ത്യാ തലത്തിൽ പ്രാഥമിക കോഓപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളെ എല്ലാം ബന്ധിപ്പിക്കാനും അവർക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള കോർ ബാങ്കിങ് സൊല്യൂഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരെണ്ണം കേന്ദ്രം നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. മുഴുവൻ പണവും കേന്ദ്രം ചെലവാക്കും. ഒരു പൈസ പോലും സംസ്ഥാനങ്ങൾ കൊടുക്കണ്ട. രാഷ്ട്രീയം നോക്കാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ സൊല്യൂഷൻ, കോർ ബാങ്കിങ് സൊല്യൂഷൻ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നു. കേരളം പറഞ്ഞു ഞങ്ങളതിൽ ചെയ്യില്ല. എന്താ കാരണം? ഞങ്ങളുടെ ഡേറ്റ അവർ കൊണ്ടുപോകും. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഡേറ്റ. അവിടെയും കേന്ദ്രം പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനത്തെ ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഡേറ്റ വേണ്ട. രഞ്ജിത്ത് അല്ലെങ്കിൽ ആദികേശവൻ എന്ന പേരുള്ള ഒരാൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. അഗ്രിഗേറ്റ് ഡേറ്റ മതി. മൊത്തം നിക്ഷേപം എത്രയുണ്ട്, മൊത്തം വായ്പ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എത്ര കൊടുത്തു, അതിൽ കാർഷിക വായ്പ എത്ര, ഹൗസിന് വേണ്ടി ഗൃഹനിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഭവന വായ്പ എത്ര, ഈ മാതിരി കണക്കുകൾ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ഈ ഡേറ്റ മുഴുവൻ നിങ്ങളിത് നടപ്പിലാക്കൂ. നിങ്ങളുടെ ഡേറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു സെൻറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ഈ പദ്ധതിയിൽ ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചിലവ് മാത്രം സംസ്ഥാനം വഹിക്കൂ. നിങ്ങളുടെ ഡേറ്റ നിങ്ങളുടെ കയ്യിൽ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ ഈ ഇൻ്റഗ്രേറ്റഡ് സെൻറ്ററിൽ നിന്ന് വലിക്കാം. 50 കോടി രൂപ അതിനു വേണ്ടി മുടക്കിയാൽ 400 കോടിയുടെ ബെനിഫിറ്റ് കേരളത്തിൽ കിട്ടും. അനങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നത്
ഇങ്ങനെ പറഞ്ഞിട്ട് കേന്ദ്ര അവഗണന, കേന്ദ്രം സഹായിക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ല. എങ്ങനെ നമുക്ക് കഴമ്പുണ്ടെന്ന് എങ്ങനെ കാണാൻ പറ്റും? അതായത് ഇപ്പോൾ ഒരു ക്രിറ്റിസം വരുമ്പം ഞാൻ തീർച്ചയായിട്ടും വളരെ തുറന്നു പറയാമല്ലോ, കഴമ്പുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു വസ്തുനിഷ്ഠമായി നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സമീപനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെന്തിനാണ് ഇപ്പോൾ എന്നെ പോലെ ഒരു വ്യക്തി കേന്ദ്ര ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് നോക്കാം. തെറ്റാണെന്ന് പറയാം. നമ്മുടെ അഭിപ്രായം വലിയ അഭിപ്രായം എന്നല്ല, പക്ഷേ എന്നാലും നമ്മുടേതായ രീതിയിൽ ഒരു ഇൻറ്റഗ്രിറ്റിയോടുകൂടി സത്യസന്ധതയോടുകൂടി വേണമല്ലോ നമ്മൾ കാര്യങ്ങൾ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു കാരണങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനോടൊപ്പം രഞ്ജിത്ത് ചോദ്യങ്ങൾ പറയും, കാരണം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ കാണപ്പെടുന്ന ഈ പണദൗർലഭ്യം, പണമില്ലായ്മ, അത് ഈ കഴിഞ്ഞ 10 വർഷത്തെ മോശപ്പെട്ട ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. കംപ്ലീറ്റ് മോശപ്പെട്ട ധനകാര്യ മാനേജ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയൊക്കെയാണ് ഇത് ഫലവത്താകാത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെ പോലെ ഇത് കേൾക്കുന്ന ആൾക്കാരും ഇപ്പം ഭരണപക്ഷത്തിരിക്കുന്നവരോ പ്രതിപക്ഷത്തോ ആരോ ആയിക്കോട്ടെ, ധനകാര്യ മാനേജ്മെൻറ്റുമായിട്ടും സാമ്പത്തിക മേഖലയുമായിട്ടും ഒക്കെ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യം GST കളക്ഷൻ്റെ ഗ്രോത്ത് ഇല്ലേ. എല്ലാ മാസവും ആ മാസം കഴിഞ്ഞാൽ, ഇന്നിപ്പം May 2 അല്ലേ, ഇന്ന് സൺഡേ, എനിക്ക് തോന്നുന്നു ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് ചിലപ്പോൾ കണക്ക് വന്ന് കാണില്ല, ഞാൻ കണ്ടിട്ടില്ല. May 3 ആകുമ്പോഴത്തേക്കും അഖിലേന്ത്യാ തലത്തിൽ സംസ്ഥാനം തിരിച്ച് ഓരോ സംസ്ഥാനത്തിനും എത്ര GST കളക്ഷൻ കിട്ടി, IGSTയുടെ ഷെയർ അടക്കം മൊത്തം GSTയുടെ വളർച്ച, സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്ക്, അഖിലേന്ത്യാ തലത്തിൽ എത്ര വളർച്ച, എത്ര കണ്ട് ഗ്രോത്ത് ഉണ്ടായി, കളക്ഷൻ സ്റ്റേറ്റിന് എത്ര ഗ്രോത്ത് ഉണ്ടായി, ഡേറ്റ അവൈലബിൾ ആണ്, പരസ്യമായിട്ടുള്ള ഡേറ്റ. കഴിഞ്ഞ വർഷം, അതിന് മുമ്പിലത്തെ വർഷവും കേരളത്തിൻ്റെ മൊത്തം GST കളക്ഷൻ്റെ വളർച്ചയുടെ തോത് നാഷണൽ ആവറേജിനേക്കാളും കുറവാണ്. എന്തിനെ സൂചിപ്പിക്കുന്നു? അതായത് സംസ്ഥാനത്തിൻ്റെ ഷെയർ SGST, സ്റ്റേറ്റ് GST, മറ്റേത് IGSTയുടെ ഷെയർ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും സംസ്ഥാനങ്ങൾക്ക്. ഇത് രണ്ടും കൂടിയിട്ടാണ് മൊത്തം GST വരുമാനം സംസ്ഥാനത്തിൻ്റെ. എൻ്റെ കാഴ്ചപ്പാടിൽ അഖിലേന്ത്യാ തലത്തിൽ 9% വളർച്ച 25-26 കാലഘട്ടത്തിലുണ്ടായിരുന്നു, കഴിഞ്ഞ ഫിനാൻഷ്യലിൻ്റെ എൻഡിൽ മാർച്ച് 30. കേരളത്തിൻ്റെ അഖിലേന്ത്യാ റേറ്റിനേക്കാളും മൊത്തത്തിലുള്ള GST വരുമാനം കുറവാണ്. ഇതേ സ്ഥിതിവിശേഷമായിരുന്നു 25-26. എന്താണ് സൂചിപ്പിക്കുന്നത്? ഒന്നുകിൽ വളർച്ചാ നിരക്ക് അത്രയും ഇല്ല, അല്ലെങ്കിൽ ടാക്സ് എഫിഷ്യൻസി, കളക്ഷൻ എഫിഷ്യൻസി എവിടെയോ പോകുന്നു. അത് സമ്മതിക്കുന്നുമുണ്ട്. IGSTയുടെ കാര്യത്തിൽ ഇവർ പറയുന്നത് മറ്റേ കോഡ് മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുമ്പോഴാണല്ലോ IGST ഇഫക്റ്റിൽ വരുന്നത്. മറ്റുള്ള സംസ്ഥാനത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കേരളത്തിലേക്ക് വിൽക്കുന്നു, ഡെസ്റ്റിനേഷൻ. അപ്പോൾ IGST ഒരു ട്രാൻസ്ഫർ വരും. അത് പല കാരണങ്ങൾ കൊണ്ടും കോഡ് ശരിയായിട്ട് എഴുതുന്നില്ല, ശരിയായിട്ടുള്ള ഫോം അല്ല മറ്റുള്ളവർ ചെയ്യുന്നത്. എന്തോ ആയിക്കൊള്ളട്ടെ, മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടാവണമല്ലോ. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും താഴ്ന്ന രീതിയിലുള്ള വളർച്ച, നാഷണൽ ആവറേജിനേക്കാളും കുറവ് വളർച്ച എന്തുകൊണ്ട് വരുന്നു? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എഫിഷ്യൻസി. രണ്ടാമത്തെ കാര്യം രഞ്ജിത്ത്, എനിക്ക് മനസ്സിലാവാത്തതാണ്, അതിനൊരു ലോജിക് ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയട്ടെ. 62 ലക്ഷം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്. നല്ല കാര്യം, 1500 2000 ആക്കി. ഇപ്പോൾ പ്രോമിസ് എന്താണ്? LDF വന്നാലും ഇവർ വന്നാലും 3000 കൊടുക്കും. ഓക്കെ, അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടും എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും വലിയ പ്രശ്നം തന്നെയാണ്, പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 62 ലക്ഷം പേരിൽ 27 ലക്ഷം പേർക്ക് മാത്രമേ DBT ബാങ്കിലെ അക്കൗണ്ട് വഴി ഈ 2000 രൂപ കൊടുക്കുന്നുള്ളൂ. ബാക്കി 35 ലക്ഷം പേർക്കും സഹകരണ സംഘങ്ങളിലെ ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ക്യാഷ് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ് അതിൻ്റെ ഉദ്ദേശം? തീർച്ചയായിട്ടും ഞാൻ പറയും, ഏത് പാർട്ടി ഇത് ചെയ്യുന്നു, BJP ചെയ്താലും ഇത് തന്നെയാണ് അഭിപ്രായം. ആ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി, ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ വേണ്ടി, ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ ഇപ്പോൾ രഞ്ജിത്തോ ഞാനോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ
എല്ലാ മാസവും അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഗവൺമെൻറ് ഈ സ്കീമിൽ പൈസ റിലീസ് ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ 2000 രൂപ കൊണ്ട് കൊടുക്കുന്നു, 3000. അപ്പം നമ്മൾ പറയുന്ന ഇലക്ഷൻ വരുമ്പം ചേച്ചി നമ്മുടെ ഇന്ന സ്ഥാനം, തീർച്ചയായിട്ടും അത് സ്വാധീനിക്കില്ലേ? അത്രത്തോളം പാർട്ടിവൽക്കരണം വേണോ? ഒന്ന്. 2, ഈ പൈസയുടെ കാര്യം എടുത്താൽ ക്യാഷ് ഈ ഫിസിക്കലായിട്ടുള്ള ഹാൻഡിൽ ചെയ്താൽ പലതരത്തിലുള്ള തിരിമറിയും പ്രതീക്ഷിക്കാം. ചില ഏരിയയിൽ ചില ആൾക്കാർ ഈ തുകയെക്കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ 2000 രൂപ ആക്കിയിട്ടും ആരെങ്കിലും ഒരാൾ 1500 രൂപ കൊടുത്താൽ നിങ്ങളെങ്ങനെ മനസ്സിലാക്കാൻ പോകുന്നു? മാത്രവുമല്ല, ഇതിനേക്കാളും ബാക്ക്വേർഡ് ആയിട്ടുള്ള ബീഹാർ, ഉത്തർപ്രദേശ്, അവിടെയൊക്കെ പോലും അക്കൗണ്ട് ചിലപ്പോൾ കാണില്ല. ഇത് ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടിൽ മിക്കവാറും കവർ, എന്നാലും ഇന്നും ഉണ്ടാവും അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ. അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും കേരളത്തോളം അവയർനെസ് ഇല്ല, സാക്ഷരതയില്ല. പക്ഷെ ഒറ്റ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമും DBT അല്ലാത്തതില്ലല്ലോ. അപ്പോൾ ഇതിൽ ലീക്കേജ് വരും, ഇതിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ, ഒരാൾ തന്നെ 2 മേടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഡീഡൂപ്പ് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റും, വെരിഫിക്കേഷൻ, ഓഡിറ്റിന്. അപ്പോൾ അതാണ് ഈ പാഴ്ചെലവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ധാരാളം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ ഒരു കറക്റ്റ് പോരായ്മ മാത്രമല്ല, കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ അനുബന്ധമായി വരുന്ന കാര്യമാണ് പോസ്റ്റുകൾ ധാരാളം സൃഷ്ടിക്കുക, ഡിപ്പാർട്ട്മെൻറ്റുകൾ സൃഷ്ടിക്കുക. കാരണം ഒരു MLA ഉള്ളത്, അയാൾ ഒന്നുകിൽ അദ്ദേഹം മന്ത്രിയാവും, 2 MLA ഉള്ള ആൾക്കാർക്കും മന്ത്രി ഏതെങ്കിലും കൊടുക്കുന്നുള്ളൂ, നമ്മൾ കാണുന്നതല്ലേ. അതിനോടൊപ്പം തന്നെ ആ പാർട്ടിയിൽപ്പെട്ട ഡിസ്ട്രിക്ട് ലെവൽ നേതാക്കന്മാർക്ക് ബോർഡിൻ്റെ ചെയർമാൻഷിപ്പ്, PSC അംഗത്വം അടക്കം പല രീതിയിലും തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന പല ചോർച്ചകളും കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ അപ്പകഷ്ണം വീതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടി കൂടുമ്പോൾ, അതായത് 7 പാർട്ടികൾ 8 പാർട്ടികൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുമ്പം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ക്യാബിനറ്റ് പോസ്റ്റിന് തുല്യമായിട്ടുള്ള സ്ഥിതി പൊസിഷൻ അവർക്ക് കൊടുക്കുന്നു. പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അത് പോകുന്നു. അതൊക്കെ ഒഴിവാക്കാവുന്ന ചെലവ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം വളർച്ചാ നിരക്ക്, രഞ്ജിത്ത്, അതും കൂടി നമ്മുടെ ഇത് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കണം. തമിഴ്നാട് ഗവൺമെൻറ്റിനേക്കാളും നാഷണൽ ആവറേജിനേക്കാളും ദേശീയ ശരാശരിയേക്കാളും തമിഴ്നാട് ഗവൺമെൻറ്റിനേക്കാളും പ്രത്യേകിച്ച് അടുത്തുള്ള സംസ്ഥാനം വളർച്ചാ നിരക്ക് കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്കിൻ പ്രകാരം തന്നെ കഴിഞ്ഞ എക്കണോമിക് സർവേയിലെ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. ദേശീയ ശരാശരി വളർച്ചയെക്കാളും കുറവായിരുന്നു കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് 23-24-ലും 24-25-ലും 25-26-നെ കുറിച്ചുള്ള കണക്ക് പരമ്പരാഗതമായി നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കണക്ക് കൊടുക്കുന്നില്ല. ബഡ്ജറ്റ് അടുത്ത 26-27 ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വളർച്ചാ നിരക്കിൻ്റെ സൂചനയോ പ്രൊജക്ഷനോ ഒന്നും ഇക്കണോമിക് സർവേയിലില്ല. പഴയ ഡേറ്റ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വളർച്ച ദേശീയ വളർച്ചാ നിരക്കിനേക്കാളും കുറവാണ്. തമിഴ്നാട് ആണെങ്കിൽ 10%, ദേശീയ വളർച്ച 7 ഉള്ളൂ. മാനുഫാക്ചറിങ് അടക്കം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, 10% വളരുന്നു. അപ്പോൾ വളർച്ച പോരാ, ധനകാര്യ മാനേജ്മെൻറ്റിൽ ഇതേപോലത്തെ ഇൻഎഫിഷ്യൻസി, ഇതൊക്കെയാണ് ശരിക്കുമുള്ള പ്രശ്നങ്ങൾ. കേന്ദ്ര അവഗണന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് എഫിഷ്യൻ്റായിട്ട് ചെയ്തതിന് ശേഷം യു പിക്കപ്പ് ക്വാറൽ. ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യതയും എനിക്കോ മറ്റുള്ള ആൾക്കാർക്കോ ഇല്ലല്ലോ. അങ്ങനെ കുറ്റം കുറവുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കണം. ഈ വളർച്ചാ നിരക്ക് കുറവാണ് എന്ന ഈ ബസ്സുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ, അതായത് കേരളത്തിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും, കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന കേരളം മാതൃകയാണ് എന്ന് പറയുന്ന ആ വാചകം തെറ്റാണെന്ന് കൂടിയല്ലേ അതിൻ്റെ അർത്ഥം? അല്ല രഞ്ജിത്ത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പരമ്പരാഗതമായിട്ടുള്ള പല ഭരണകർത്താക്കളുടെയും ഇവിടുത്തെ പൊതുവെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയൊക്കെ പ്രവർത്തനവും ഇൻഫ്ലുവൻസിൻ്റെയും ഒക്കെ ഫലമായി സാക്ഷരത, പിന്നെ വേറെ നമ്മുടെ ഹെൽത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഇൻഡെക്സുകളൊക്കെ മെച്ചപ്പെട്ടതാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും. നീതി ആയോഗിൻ്റെ കണക്കിൻ പ്രകാരം തന്നെ
ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആൻഡ് നമുക്കിപ്പം അത് ഡേറ്റയുടെ നീതിയായതിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ സംശയമില്ലല്ലോ, ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ നല്ല കാര്യമാണ്. പിന്നെ നമ്മളിപ്പം യു പിയിലോ ബീഹാറിലോ രാജസ്ഥാനിലോ ട്രാവൽ ചെയ്താൽ നമുക്കറിയാം, സാധാരണക്കാർ ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ഈ ട്രൈബൽ, പത്തനംതിട്ടയിൽ കുറേ ട്രൈബൽ, വയനാട്ടിലെ ട്രൈബൽ ഏരിയ, ഇടുക്കിയിലെ പ്ലാന്റേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, ഈ കുറച്ച് വിഭാഗങ്ങളിൽ ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക വളർച്ചാ നേട്ടങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യമെങ്കിലും, സാധാരണ ഒരു കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസങ്ങളില്ലാതെ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലുള്ള ജീവിതം നയിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കേരളത്തിലുണ്ട് അല്ലേ? ബീഹാറിലോ രാജസ്ഥാനിലോ നമ്മൾ ചുമ്മാ കാറിൽ കൂടെ പോകുമ്പോൾ തന്നെ ആ വ്യത്യാസം വളരെ എവിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ രീതിയിൽ കേരളം തീർച്ചയായിട്ടും മെച്ചപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ ആ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നില്ല, മരുന്ന് വാങ്ങിക്കാനായിട്ട് പറഞ്ഞയക്കുന്നു ഗവൺമെൻറ് ആശുപത്രിയാണ്, നല്ല മിടുക്കരായ ഡോക്ടേഴ്സാണ്, ഒരു സംശയവും വേണ്ട, പരിചയസമ്പത്തുള്ള ആൾക്കാരാണ്. ഒരു ദിവസം 400-500 രോഗികളെ നോക്കുന്ന ഒരാൾക്ക് എത്ര എക്സ്പീരിയൻസ് കാണുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ലോകത്തിൽ മറ്റുള്ള ഒരു സംവിധാനത്തിനും ഇത്രയും എക്സ്പീരിയൻസും പ്രാവീണ്യവും ഉള്ള മിടുക്കരായ ഡോക്ടേഴ്സ് ഇല്ല. പക്ഷേ എക്വിപ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം പൈസയില്ല, മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എവിടുന്ന് വരും? അവിടെയാണ് ഈ നമ്മുടെ സമീപനത്തിന് തന്നെ രഞ്ജിത്ത്, അത് വളരെ കാര്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് എല്ലാവർക്കും എന്തിനാണ് നമ്മൾ ഈ ഫ്രീ കാര്യം കൊടുക്കുന്നത്? ഇപ്പം എന്താണ് ഞാൻ പറയുന്നത്, ഫ്രീ യൂണിഫോം. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫ്രീ യൂണിഫോം. അവിടെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് സ്ഥിര വരുമാനമുള്ള സാമാന്യം ഭേദപ്പെട്ട IT മേഖലകൾ ഒക്കെ കോട്ടൺ സ്കൂളിലൊക്കെ എല്ലാ തരത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഫാമിലീസും ഉണ്ട്. നല്ല, കാരണം സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് നല്ലതാണ് പരമ്പരാഗതമായിട്ട്. എന്തിനാണ് നമ്മൾ ഈ ഫ്രീ എല്ലാവർക്കും കൊടുക്കുന്നത്? ഇപ്പോൾ ഈ അനൗൺസ്മെൻ്റ് നോക്കൂ, സ്ത്രീകൾക്ക് പുതിയ സർക്കാർ വരുമാണെങ്കിൽ ചെയ്യുമെന്ന് പറയുന്ന അനൗൺസ് ഓക്കെ, സ്ത്രീകൾക്ക് കൊടുക്കണം, അതിലേക്ക് എന്താണ് അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ കാര്യത്തിലേക്ക് ഒന്നും കടക്കാതെ തന്നെ എന്തിനാണ് എല്ലാ സ്ത്രീകൾക്കും പറയാമല്ലോ, യെല്ലോ പിങ്ക് കാർഡിൻ്റെ കോപ്പി കയ്യിലുള്ളവർക്ക് ഫ്രീ യാത്ര, ബാക്കിയുള്ളവർ പേ ചെയ്യട്ടെ എന്ന്. താങ്ങാൻ പറ്റുന്ന ആളിൽ നിന്നും നമുക്ക് ന്യായമായിട്ട് ഈടാക്കാവുന്ന ഫീസും മറ്റുള്ള കാര്യങ്ങളും ഈടാക്കുക, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഫ്രീ കൊടുക്കാതിരിക്കുക. അങ്ങനെ അല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമേ അല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികളും ധാരാളം സൗജന്യ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ UDF വെച്ചിരിക്കുന്നത് വളരെ ഭീകരമായിട്ടുള്ള, അല്ലെങ്കിൽ സംസ്ഥാന ഖജനാവിൻ്റെ നട്ടൽ തന്നെ ഒടിഞ്ഞു പോയേക്കാവുന്ന തരത്തിലുള്ള ചില വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനം നിറവേറ്റാനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് സംസ്ഥാനത്തിനുണ്ടോ? സംശയകരമാണ്. കാരണം സിമ്പിളല്ലേ രഞ്ജിത്ത്, 1500 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു 2-3 മാസം മുമ്പ് വരെ, അല്ലേ? 2000 ആക്കിയിട്ട് 4-5 മാസമായുള്ളൂ. അന്ന് തന്നെയുള്ള കണക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. 62 ലക്ഷം പേർക്ക് 1500 രൂപ വെച്ച് കൊടുക്കുമ്പോൾ 15,900 കോടി രൂപ. അത് 1500-3000 ആയാൽ എത്രയായിരിക്കും? നേരെ ഇരട്ടിയാവും, 1800. അപ്പോൾ അവിടെ തന്നെ ഒരു മാസം ഏകദേശം 900 കോടി രൂപയുടെ അധിക ബാധ്യത വരുന്നു. ഒരു വർഷം 19, 108, 10,800 കോടി, 11,000 കോടി രൂപ അധികമായിട്ട് നമ്മൾ കാണേണ്ടി വരും ഈ ഒറ്റ നടപടിക്ക് വേണ്ടി മാത്രം. അതേപോലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതിനെക്കുറിച്ച് ഈ ഒരു അഭിപ്രായം, ടാർഗറ്റഡ് സബ്സിഡി എന്ന് പറയുന്നത് അർഹരായവർക്ക് മാത്രം. അഥവാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അർഹരായവർക്ക് കൊടുക്കൂ. എല്ലാ കുട്ടികൾക്കും ധനസ്ഥിതി നല്ല സുഭദ്രമായ വീട്ടിൽ നിന്ന് വരുന്ന കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഗേൾസിന് എന്തിനാണ് 1000 രൂപ കൊടുക്കുന്നത്? അത് പ്രത്യേക പ്രശ്നം. പക്ഷേ അതിന് എത്ര തോത് വരും? എൻ്റെ കയ്യിൽ കണക്കില്ല. കോളേജ് ഗോയിങ് ഗേൾസ് സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്ന്. തീർച്ചയായിട്ടും വലിയൊരു തുക വേണ്ടി വരും. KSRTCയിൽ ഫ്രീ ട്രാവൽ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ 40
നമ്മുടെ പൊതുവെയുള്ള ഒരു 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 ഒഴുക്കൻ കണക്ക് പറഞ്ഞാൽ 40% സ്ത്രീകളാണെന്ന് നമ്മൾ കണക്കാക്കാമെന്ന് വിചാരിക്കും. എന്തായാലും ഫ്രീ യാത്രയായിട്ട് കൊടുക്കുമ്പോൾ ഈ 40% 60% ആവും അല്ലേ? ഉറപ്പായിട്ടും വീട്ടിലിരിക്കുന്നവരൊക്കെ പുറത്ത് ചുമ്മാ എങ്കിലും ട്രാവൽ ചെയ്തിട്ട് വരും. അതേപോലെ വാടകയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവരിനി ഇപ്പോൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആൾ ചിലപ്പം ഈ യാത്രയുടെ ബുദ്ധിമുട്ട് നോക്കി ഓഡിയോ ക്വാളിറ്റി ഒരു റൂം എടുത്തോ വീടെടുത്തോ അവരിനി വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ വാടക, കാരണം എന്നും പോയി വരാം. അധികം ഇപ്പം മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്ന സ്ത്രീകളുണ്ട്, കാരണം പൈസ കൊടുക്കണ്ട കർണാടകത്തിൽ നിന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊക്കെ വിടും. ഇത് നടപ്പാക്കേണ്ട എത്ര കാശ് വേണമെന്നുള്ള എസ്റ്റിമേഷൻ ഇല്ല, മാനിഫെസ്റ്റോയിലില്ല എന്തായാലും. ഇനി എസ്റ്റിമേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഇതിൻ്റെ വരുമാനം ഇത് മീറ്റ് ചെയ്യാനുള്ള വരുമാനം കണ്ടെടുക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്ന ധനകാര്യമന്ത്രിയുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം ദുർഘടമായ ഒരു മന്ത്രാലയം തന്നെയായിരിക്കും ധനകാര്യ മന്ത്രാലയം. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി സ്ഥാനം ഒരു മുൾക്കിരീടമായിരിക്കും. മാത്രവുമല്ല പുതിയ മന്ത്രിസഭ ഈ ഇപ്പം നിലവിലുള്ള അല്ലാത്തൊരു മന്ത്രിസഭ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈറ്റ് പേപ്പർ ഇറക്കണം, സോ ദാറ്റ് ആൾക്കാർക്ക് അറിയട്ടെ, ചർച്ച നടക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ എന്നുള്ള ഒരു ബോധ്യവും എനിക്കില്ല. എൻ്റെ വീക്ഷണം പറയുന്നു, സംവാദം നടക്കട്ടെ, വിവാദമല്ല, സംവാദം നടക്കട്ടെ. കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെയോ രഞ്ജിത്തിൻ്റെയോ കാഴ്ചപ്പാട് കേരളം തകരണം അല്ലെങ്കിൽ കേരളം മോശമാണെന്നല്ലല്ലോ, കേരളം മുന്നോട്ട് പോകണം. പക്ഷെ നമുക്ക് കുറച്ച് ആശങ്കകളുണ്ട്. അതിന് ശരിയായിട്ടുള്ള കണക്ക് നമ്മുടെ മുമ്പിൽ വരട്ടെ, നമ്മുടെ അഭിപ്രായം പറയുക. ഇവിടെ നമ്മളെക്കാളുമൊക്കെ എത്രയോ ബുദ്ധിയും എക്സ്പീരിയൻസും വിവരമുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി ചർച്ച ചെയ്ത് സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം, കേരളത്തിന് മുന്നേറാം. ഇതാണ് ഒരു കാഴ്ചപ്പാട്. അതായത് പുതിയ സർക്കാർ, അത് ഏത് മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നാലും ആദ്യമായി ചെയ്യേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഖജനാവിനെക്കുറിച്ച്, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുകയാണ്, അതിനെക്കുറിച്ച് ചർച്ച നടക്കുകയാണ് വേണ്ടതെന്നാണ് അങ്ങയുടെ ശക്തമായ അഭിപ്രായം. ആണ്. കൂടാതെ നേരത്തെ ഇത് അത്ര തോന്നിയിരുന്നില്ല. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഓർക്കേണ്ടത് 3 ദിവസം മുമ്പേ സസ്പെൻഷനിലാക്കപ്പെട്ട വളരെ സീനിയറായിട്ടുള്ള മറ്റു രീതിയിലൊക്കെ വളരെ മിടുക്കനായ ഒരു IAS ഉദ്യോഗസ്ഥൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാൻ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ സിസ്റ്റത്തിനകത്തിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ എത്ര പേരാണ് ഒരു വർഷം IAS 200 250 പേരോ എന്തോ ആണ് IAS കിട്ടുന്നത്. ഏറ്റവും ക്രീം ക്രീം, അതായത് മെറിറ്റ് മാത്രം നോക്കി ഇന്നും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസിൽ കറപ്ഷൻ ഇല്ലാതെ ഒരാളുടെ മകനാണ് മരുമോനാണെന്നൊന്നും IAS കിട്ടുന്നില്ല. നമ്മുടെ ദാറ്റ് ഷോസ് ആക്ച്വലി വി ഷുഡ് ബി പ്രൗഡ്. ആ സിസ്റ്റം അത്ര ഇൻറ്റഗ്രിറ്റിയോടുകൂടി ജനാധിപത്യപരമായിട്ട് നയിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൽ നിലനിൽക്കുന്നു. അവിടെ നല്ല പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം IAS ആയത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചൊന്നും എനിക്ക് പരിചയമുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ഒരു അസസ്മെൻ്റ് നടത്താൻ ഞാൻ മുതിരുന്നില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ വൈറ്റ് പേപ്പറിനുള്ള ആവശ്യകത എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വെളിച്ചപ്പെടുത്തലിലും ഇദ്ദേഹത്തിൻ്റെ പറച്ചിലിൻ്റെയും അടിസ്ഥാനത്തിൽ കൂടുതൽ അനിവാര്യമായിരിക്കുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അകത്തുനിന്ന് ഒരാൾ വന്ന് പറയുകയാണ്, അകത്തെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാൾ പുറത്ത് വന്ന് പറയുകയാണ്. അതൊന്ന് കേട്ടു നോക്കിയാൽ അറിയാൻ പറ്റും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിനെക്കുറിച്ചുള്ള കേരളത്തിലെ ധനകാര്യ സ്ഥിതി മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗൾഫ് പണവും വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ഒഴുകുന്ന പണവുമാണ്. കേരളത്തിലെ യുവാക്കൾ പുറത്തുപോയി ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് എന്നാണ് വെപ്പ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ യുദ്ധം ഒക്കെ വരുമ്പോൾ ഗൾഫിലുള്ള ആളുകൾ തിരിച്ചു വരേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടലിൽ കൂടുതൽ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമായിരിക്കും. റിയൽ പ്രോബ്ലമാണ്. ഗൾഫിൽ ഇന്നലെ സംസാരിച്ചപ്പോൾ ദുബായിൽ ആക്ച്വലി ആക്ടിവിറ്റി വളരെ കുറഞ്ഞു. പൊതുവേ ടൂറിസ്റ്റുകളുടെ വരവ് നല്ലവണ്ണം എഫക്റ്റഡായി. ഹോട്ടലുകൾ പലതും 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളടക്കം ഓക്കുപ്പൻസി കുറഞ്ഞതുകൊണ്ട് അതിൻ്റെ മറവിൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുകയാണ്. ബർജ് ദുബായ്, ഇന്നലെ ഞാൻ കേട്ടത് ബർജ് ദുബായ് ടവറിലെ ആ ടവറിലുള്ള അർമാനി എന്ന് പറയുന്ന
7-സ്റ്റാർ ഹോട്ടൽ ഇതേപോലെ മെയിൻ്റനൻസ് എന്നുള്ള കാര്യം കൊണ്ടാണ് അടച്ചിട്ടേക്കുന്നത്. ഇന്ത്യൻ ഓൺഡ് ബിസിനസ് ആണെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളത് 15 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും, ഇൻക്രിമെൻറ്റിൻ്റെ സമയമാണ്. ഇന്ത്യൻ ബിസിനസ് ഈ ഫിനാൻഷ്യൽ ഇയർ മാർച്ച് കഴിഞ്ഞ് ഏപ്രിലാണ്. ഇൻക്രിമെൻ്റ് ഇപ്പോൾ പലപ്പോഴും ഓഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കമ്പനികൾ, ഇന്ത്യൻ ഓണേഴ്സ് വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ആൾക്കാർ ഇപ്പം ഓൾറെഡി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ കണക്കില്ല, പക്ഷെ പൊതുവെയുള്ള ഫീഡ്ബാക്ക്, പെട്ടെന്ന് ഇപ്പോൾ വരണ്ട, നാട്ടിൽ തന്നെ നിൽക്കൂ. ഇനി ബക്രീദിന് അവിടെ വരാനായിട്ടുള്ള എത്രയോ ആൾക്കാർ ബക്രീദിന് വരുമല്ലോ കേരളത്തിലേക്ക്. രഞ്ജിത്തെ, 1 വേ ഫെയർ 7,000-8,000 ആയിരുന്നത് 50,000 രൂപയായി. ഫ്ലൈറ്റിൻ്റെ ഫെയർ എങ്ങനെ വരും? 700 ദിറമായിരുന്നു, ഇപ്പോൾ 2,000-2,100 ദിറം. താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള. അപ്പോൾ റെമിറ്റൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഈ റെമിറ്റൻസ് ഉടൻ തന്നെ എഫക്റ്റ് ചെയ്യപ്പെടണമെന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രത്യാഘാതം വരും മാസങ്ങളിൽ പ്രതിഫലിക്കും. കാരണം ഉടൻ ഈ രൂപയുടെ മൂല്യം കുറച്ചൊരു ഇടിവ് വന്നതുകൊണ്ട്, കുറച്ചധികം ഇടിവ് വന്നതുകൊണ്ട് പല ആൾക്കാരും നല്ല റേറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ബാങ്കുകളിൽ ആസ് ഓഫ് നൗ അങ്ങനത്തെ ഒരു റിഫ്ലക്ഷൻ വന്നിട്ടില്ല. പക്ഷേ നാം കേൾക്കുന്ന കാര്യങ്ങൾ ഗൾഫിൽ രൂക്ഷമായിട്ടുള്ള, താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി, പ്രത്യേകിച്ച് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ, യുദ്ധം നീണ്ടുപോകാതിരിക്കട്ടെ, പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ. കാരണം ഇതാർക്കും, ലോകത്തിലൊരാൾക്കും ഗുണം ചെയ്യാത്ത രീതിയിലുള്ള കാര്യത്തിലാണ് ഇത്. ഇതിൽ നിന്ന് ആർക്കും മോചനമില്ല. അമേരിക്ക അടക്കം. അമേരിക്കയിലെ റീറ്റെയിൽ പെട്രോൾ പ്രൈസ് ഡബിളായി. ഒരു ഗാലണിന് $2.5 ആയിരുന്നത് ന്യൂയോർക്കിൽ ഇപ്പോൾ $5. 2 മാസം കൊണ്ട് നേരെ ഡബിൾ. എങ്ങനെ താങ്ങാൻ പറ്റും?